അടുത്ത ബ്ലോക്ക് 2 ആണ് ഇൻട്രഡക്ഷൻ ടു ലോജിക്. യൂണിറ്റ് 1 ആണ് ഇൻട്രഡക്ഷൻ എ വെരി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ലോജിക്. എന്താണ് വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് സ്റ്റഡിയിങ് ലോജിക്? ലോജിക്കിൻ്റെ സ്റ്റഡിയെക്കുറിച്ച് നമുക്ക് നോക്കാം. പഠിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? തർക്കശാസ്ത്രം പഠിക്കുന്നതിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ശരിയായതും കൃത്യമായതുമായ സാധുവായ യുക്തിചിന്തനം, വാലിഡ് റീസണിങ് നടത്തുവാനുള്ള കഴിവ് വികസിപ്പിക്കൽ അത് നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ശരിയായതും കൃത്യമായതും യുക്തിചിന്തപരമായിട്ടുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് യുക്തിശാസ്ത്രം പഠിക്കുന്നത് അതിൻ്റെ യുക്തിചിന്തനം നമുക്ക് ആവശ്യമാണ്. വ്യക്തമായി ചിന്തിക്കാനും വാദങ്ങൾ ശരിയായി രൂപപ്പെടുത്താനും നമ്മുടെ ചിന്തകൾ ഫലപ്രദമായി ആശയവിനിമയം നടത്താനും ലോജിക്ക് നമ്മുടെ ചിന്തയെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സഹായിക്കാൻ വ്യക്തമായിട്ടുള്ള സഹായമാണ് ഈ യുക്തിശാസ്ത്രം നമുക്ക് ചെയ്തു തരുന്നത്. കാരണം ഫലപ്രദമായ ആശയവിനിമയം നടത്താനും നമുക്ക് ലോജിക്ക് ചിന്തയെ പരിശീലിപ്പിക്കാനും തർക്കശാസ്ത്രങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് യുക്തിചിന്തനങ്ങൾ സംഭവിക്കുന്നു. അതിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ ഒഴിവാക്കാനും ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും കഴിയും. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഫലപ്രദമായ ചർച്ചകളിലോ സംവാദങ്ങളിലോ ഏർപ്പെടുന്നതിനും ലോജിക്ക് ഏറെ സഹായകമാണ്. തർക്കശാസ്ത്രം എന്നാൽ ലോജിക്ക് എന്നത് കേവലം ഒരു പണ്ഡിതോചിതമായ അല്ലെങ്കിൽ അക്കാഡമിക് അന്വേഷണമല്ല, മറിച്ച് നമ്മുടെ വിമർശനാത്മക ചിന്താശേഷി വർദ്ധിപ്പിക്കുകയും നമ്മുടെ യുക്തിപരമായ കഴിവുകൾ ദൈനംദിനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സൗകര്യപ്രദമായ ഉപകരണമാണ് ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഉപകരണമായി വേണം കാണാനെന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. തർക്ക വാക്യങ്ങളും വാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതെന്താണെന്ന് നമുക്ക് നോക്കാം. യുക്തിചിന്തന നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകമാണ് തർക്കവാക്യങ്ങൾ. ഇവ ഒരു കാര്യം ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതല്ല എന്ന് ഉറപ്പിക്കുന്ന തർക്കവാക്യങ്ങൾ ശരിയോ തെറ്റോ ആയ പ്രസ്താവനകളാണ്. അതായത് എല്ലാ മനുഷ്യരും മരിക്കും എന്ന തർക്കവാക്യം ശരിയോ തെറ്റോ ആവാം. എന്നാൽ ആധാരവാക്യങ്ങൾ പ്രിമിസിസ്, നിഗമനങ്ങളും കൺക്ലൂഷൻ അടങ്ങുന്നത് തർക്കവാക്യങ്ങളുടെ ക്രമീകരണമാണ്. വാദങ്ങൾ ആർഗ്യുമെൻസുകൾ, വാദങ്ങളിൽ നിഗമനങ്ങൾ കൺക്ലൂഷൻസ് ഉണ്ടാവുന്നത് ആധാരവാക്യങ്ങളുടെ അനുമാനങ്ങളിലൂടെയാണ്. ഉദാഹരണം, എല്ലാ മനുഷ്യരും മരിക്കും. സോക്രട്ടീസ് മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസ് മരിക്കും. തർക്കവാക്യങ്ങൾ വ്യക്തിഗത പ്രസ്താവനകൾ ആണെങ്കിലും വാദങ്ങൾ ഒരു നിഗമനത്തെ പിന്തുണയ്ക്കുന്നതിനോ അനുമാനിക്കുന്നതിനോ ലക്ഷ്യമിടുന്ന തർക്കവാക്യങ്ങളുടെ ഘടനാപരമായ യോജിപ്പാണ് എന്തെന്ന് പറയുന്നത് തർക്കശാസ്ത്രം. അപ്പോൾ യുക്തിചിന്തനമായി നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകമായ തർക്കവാക്യങ്ങൾ ഇവ ഒരു കാര്യം ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതല്ല എന്ന് ഉറപ്പിക്കുന്ന തർക്കവാക്യങ്ങളുടെ ശരിയോ തെറ്റോ ആയ പ്രസ്താവനകളാണ്. അതായത് എല്ലാ മനുഷ്യരും മരിക്കുമെന്ന നമ്മൾ തർക്കം പറയുമ്പോഴത്തേക്ക് അത് ശരിയോ തെറ്റോ എന്നുള്ളത് വരെ. എന്നാൽ സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് അദ്ദേഹം മരിക്കും എന്ന് ഉറപ്പിച്ച് നമുക്ക് ലോജിക്കലായിട്ട് പറയാൻ പറ്റും. ഒരു ഉദാഹരണ സഹിത നിഗമനം യുക്തിചിന്തന എന്ന് വെച്ചാൽ ഡിഡക്റ്റീവ് റീസണിങ്, അതിനെക്കുറിച്ച് നമുക്ക് നിർവചിക്കാം. നിഗമന യുക്തിചിന്തനം, ഡിഡക്റ്റീവ് റീസണിങ് എന്നത് യുക്തിചിന്തനത്തിൻ്റെ ഒരു രൂപമാണ്. അത് പൊതുതത്വങ്ങളിൽ നിന്നോ ആധാരവാക്യങ്ങളിൽ നിന്നോ തുടങ്ങുകയും സുനിശ്ചിതവും ഉറപ്പുള്ളതുമായ നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. എന്താണോ മൊത്തത്തിന് ശരിയായത് അത് ഓരോ ഭാഗത്തിനും ശരിയായിരിക്കും എന്ന തത്വമാണ് നിഗമന യുക്തിചിന്തനം പിന്തുടരുന്നത്. നിഗമന യുക്തിചിന്തനത്തിൽ ആധാരവാക്യങ്ങൾ എന്ന് വെച്ചാൽ പ്രിമൈസൈസ് ശരിയാണെങ്കിൽ അതിൻ്റെ നിഗമനങ്ങളും കൺക്ലൂഷനും
ശരിയായിരിക്കും. അപ്പം ആധാരവാക്യങ്ങൾ ശരിയാണെങ്കിൽ കൺക്ലൂഷനും ശരിയായിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. എല്ലാ സസ്തനികളും ഉഷ്ണരക്തമുള്ളവയാണ്. തിമിംഗലം സസ്തിനിയാണ്. അതുകൊണ്ട് തിമിംഗലം ഒരു ഉഷണ രക്തമുള്ള ജീവിയാണ്. തർക്കശാസ്ത്രപരമായി ഈ നിഗമനം അതിൻ്റെ ആധാരവാക്യങ്ങൾ നിർമ്മിതമാണ്. അതായത് ആധാരവാക്യങ്ങൾ ശരിയാകുന്ന പക്ഷം ഈ നിഗമനം തെറ്റാവുകയില്ല. ഇങ്ങനെ ആധാരവാക്യങ്ങൾ ശരിയാകുന്ന പക്ഷം നിഗമനം തെറ്റാകാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഈ യുക്തിചിന്തനത്തിന് ഒരു സാധുവായ യുക്തിചിന്തനത്തിനായി വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് കണക്കാക്കുന്നു. അപ്പോൾ ഉഷ്ണരക്തജീവികൾ എന്നാൽ എന്തെന്ന് വെച്ചാൽ അവയുടെ ശരീരതാപം അവയുടെ ശരീരതാപം സ്ഥിരമായി ഒരു പ്രത്യേക അളവിൽ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ശരീരതാപത്തിൽ വ്യത്യാസം വരുന്നില്ല. അങ്ങനെയുള്ള ജീവികളാണ് സസ്തനികളും പക്ഷികളും എന്ന് പറയുന്നത്. അതാണ് ഉപോഷ്ണ ജീവികൾക്ക് ഉദാഹരണം. ഇനി നിഗമന യുക്തിചിന്തനത്തിൻ്റെ പ്രധാന ചുമതല എന്താണെന്ന് നോക്കാം. സാധുവായതും വാലിഡായിട്ടുള്ളതും അസാധുവായതും ഇൻവാലിഡായിട്ടുള്ള വാദങ്ങൾ, ആർഗ്യുമെൻറ്റുകൾ തമ്മിൽ വിവേചിക്കുക എന്നതാണ് നിഗമന യുക്തിചിന്തനത്തിൻ്റെ പ്രധാന ചുമതല. ഒരു ശരിയായ ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ നിഗമനം യുക്തിപരവും അനിവാര്യമായ ആധാരവാക്യങ്ങളിൽ പ്രിമൈസൈസ് നിന്ന് ലഭിക്കുന്ന ഒന്നാണ്. ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ ആധാരവാക്യങ്ങൾ ശരിയാണെങ്കിൽ അതിൻ്റെ നിഗമനം തീർച്ചയായും ശരി ആയിരിക്കും. മറുവശത്ത് ഒരു അസാധുവായ ഡിഡക്റ്റീവ് റീസണിങ്ങിന് ആധാരവാക്യങ്ങളിൽ നിന്ന് നിഗമനം നിർബന്ധമായും പിന്തുടരുന്നില്ല. ഡിഡക്റ്റീവ് റീസണിങ് വാദങ്ങളുടെ ലോജിക്കൽ ഘടനയെ വിലയിരുത്താനുള്ള രീതികളും തത്വങ്ങളും നൽകുകയും ആധാരവാക്യങ്ങളിൽ നിന്ന് സുനിശ്ചിതമായി നിഗമനങ്ങൾ പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാദങ്ങൾ സാധുവാണോ അസാധുവാണോ എന്ന് നിർണ്ണയിക്കുകയും ചെയ്യുന്നു. അപ്പം സാധുവാണോ അസാധുവാണോ എന്ന് നമ്മൾ യുക്തിചിന്തനത്തിൻ്റെ നിഗമനത്തിലെത്തുന്നു. അതാണ് നിഗമന യുക്തിചിന്തന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ട്രഡീഷണൽ ലോജിക്കിൻ്റെയും സിംബോളിക് ലോജിക്കിൻ്റെ ഇടയിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ട്രഡീഷണൽ ലോജിക്കിൻ്റെയും സിംബോളിക് ലോജിക്കിൻ്റെ ഇടയിലുള്ള പ്രഥമ വ്യത്യാസം അവയുടെ സമീപനത്തിലും പ്രതിനിധാനത്തിലുമാണ്. പരമ്പരാഗത തർക്കശാസ്ത്രം, ട്രഡീഷണൽ ലോജിക്ക്, അരിസ്റ്റോട്ടിൽ തർക്കശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൺവേഡായിട്ട് ചോദിക്കാം. അരിസ്റ്റോട്ടിൽ തർക്കശാസ്ത്രം എന്ന് പറയുന്നത് ട്രഡീഷണൽ ലോജിക്കാണ്. ട്രഡീഷണൽ ലോജിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് തർക്ക വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ പ്രിപ്പോസിഷൻസ് ആക്കിയ സബ്ജക്റ്റ് വാക്യവും അഖ്യാത പ്രെഡിക്കേറ്റീവ് വാക്യവും തമ്മിലുള്ള വ്യത്യാസത്തെ ഉൾക്കൊള്ളുന്നു. ഇത് കൈകാര്യം ചെയ്യുന്നത് ചിന്തയുടെ രൂപത്തെയും ഉള്ളടക്കത്തെയുമാണ്. എങ്ങനെയാണ്? അതുമാത്രമല്ല, കൂടാതെ ഇതിൽ ചിഹ്നങ്ങളുടെ പരിമിതമായ ഉപയോഗമേ ഉള്ളൂ. ചിഹ്നങ്ങൾ അധികമില്ല. ഇതിൽ പരിമിതമാണത്. ലിമിറ്റേഷൻ ഉണ്ട് അതിന്. മറുവശത്ത് സിംബോളിക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ തർക്കശാസ്ത്രത്തിൽ വരുന്നത് ആശയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രതിനിധീകരിക്കുന്നതിന് പ്രത്യേക ചിഹ്നങ്ങളെ വിപുലമായി ഉപയോഗിച്ച് തർക്കവാക്യങ്ങളുടെയും വാദങ്ങളുടെയും ആന്തരിക ഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പം ഇത് ട്രഡീഷണൽ പാരമ്പര്യമായിട്ടുള്ളത് കൊണ്ട് ആധുനിക തർക്കശാസ്ത്രവും ഉണ്ട്. അപ്പം പാരമ്പര്യത്തിൽ പറയുന്നത് അരിസ്റ്റോട്ടിൽ തർക്കശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ചിന്തയുടെ രൂപത്തെയും ഉള്ളടക്കത്തെയുമാണ്. അതിൽ ചിഹ്നങ്ങൾ പരിമിതമാണ്. എന്നാൽ സിംബോളിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശയങ്ങളും പ്രവർത്തനങ്ങളും പ്രതിനിധീകരിക്കുന്നതും പ്രത്യേക ചിഹ്നങ്ങളുടെ വിപുലമായി ഉപയോഗിച്ചുകൊണ്ടുള്ള തർക്കവാക്യങ്ങളുടെയും വാദങ്ങളുടെയും ആന്തരിക ഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സിംബോളിക്കൽ ലോജിക് ചെയ്യുന്നത്. സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. സത്യവും സാധുതയും തർക്ക ശാസ്ത്രത്തിൽ സത്യവും സാധുതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പറയുന്നത്. സത്യവും സാധുതയും തർക്കശാസ്ത്രത്തിൻ്റെ വിവിധ ഘടകങ്ങൾക്ക് ബാധകമായ വ്യത്യാസാശയങ്ങളാണ് സത്യവും അസത്യവും. വ്യക്തിഗതമായ തർക്കവാക്യങ്ങളുടെയോ പ്രസ്താവനകളുടെയോ ഗുണങ്ങളാണ്. ലോകത്തിലെ ഒരു വസ്തുതയോ അവസ്ഥയും കൃത്യമായി പ്രതിനിധീകരിക്കുന്ന പക്ഷം ഒരു തർക്കവാക്യം ശരിയാണ്. അല്ലാത്ത പക്ഷം അത് തെറ്റാണ്. സാധുത എന്നത് മറുവശത്ത് ആധാരവാക്യങ്ങളും നിഗമനങ്ങളും തമ്മിലുള്ള ലോജിക്കൽ ബന്ധത്തെ സൂചിപ്പിക്കുന്ന വാദങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ്
ഒരു ഗുണമാണ്. വ്യക്തിഗത തർക്കവാക്യങ്ങളുടെ സത്യമോ മിഥ്യയോ പരിഗണിക്കാതെ ആധാരവാക്യം ശരിയാകുമ്പോൾ നിഗമനം തെറ്റാകുന്നു. അസാധ്യമാണെങ്കിൽ ആ വാദം സാധുവാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സാധുതവാദത്തിൻ്റെ ലോജിക്കലായ രൂപത്തെയാണ് ബാധിക്കുന്നത്. അതേസമയം സത്യം ഉൾപ്പെട്ടിരിക്കുന്നത് തർക്കവാക്യങ്ങളുടെ വസ്തുതപരമായ കൃത്യതയിലാണ്. വാട്ട് ആർ ദ 4 types ഓഫ് കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻസ്? നമുക്ക് 4 ടൈപ്പ് കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ ഉണ്ടെന്ന് നമുക്കത് നോക്കാം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഇൻ ട്രഡീഷണൽ ലോജിക് ദെയർ ആർ 4 types കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ based on their quality, affirmative or negative, and quantity, universal or particular. അപ്പം ട്രഡീഷണൽ ലോജിക്ക്, അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ലോജിക്ക് എന്ന് പറയുന്നത് നമുക്ക് 4 തിരിക്കാം അതിനെ. അപ്പോൾ ആ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉണ്ട്, ഇതിന് എന്താണ് ഗുണമുണ്ട്, അഫർമേറ്റീവും നെഗറ്റീവുമാണ് ആ ഗുണങ്ങളെന്ന് പറയുന്നത്. പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട്, അളവുണ്ട്. ആ അളവെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള പർട്ടിക്കുലർ, യൂണിവേഴ്സൽ അല്ലെങ്കിൽ പർട്ടിക്കുലറാണ്. അപ്പോൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയെ കാണിക്കുന്നതാണ്. എ പ്രിപ്പോസിഷൻ ആൾ ഈസ് എ പി, എല്ലാ എസ്സും ആകുന്നു പി. അപ്പോൾ അതെങ്ങനെ? അതിൻ്റെ എക്സാമ്പിൾ, ആൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, എല്ലാ ഹ്യൂമൻസും മോർട്ടലാകുന്നു. യൂണിവേഴ്സൽ നെഗറ്റീവ് ഏതാണെന്ന് നോക്കാം. ഈ പ്രിപ്പോസിഷനാണ് അതിൽ വരുന്നത്. അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എസ് ഈസ് പി ആണ്. അപ്പോൾ എല്ലാ എസ്സും പി ആണ്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക്, മറ്റേത് നോയാണ്, എല്ലാ എസ്സും എന്തല്ല പി അല്ല എന്നുള്ളത്. എല്ലാ എസ്സും പി ആണെന്നുള്ളത് എന്താണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. എന്നാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് എന്താണ് പറയുന്നത്? എല്ലാ എസ്സും പി അല്ല. അപ്പം നോ റെപ്പിറ്റൈൽസ് ആർ മാമൽസ്. അപ്പം നോ റെപ്പിറ്റൈൽസ്, എല്ലാ റെപ്പിറ്റൈൽസുകളും മാമൽസ് അല്ല. ശരിയാണ്. ഇനി പർട്ടിക്കുലർ അഫർമേറ്റീവ്, പർട്ടിക്കുലറിൽ വരുന്നത്, പർട്ടിക്കുലർ അഫർമേറ്റീവും പർട്ടിക്കുലർ നെഗറ്റീവും. അതിൽ പർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ അതും ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. സം എസ് ഈസ് പി, കുറച്ച് എസ്സുകൾ പി ആണ് എന്ന് വെച്ചാൽ സം ആനിമൽസ് ആർ ഡൊമസ്റ്റിക്, കുറച്ച് ആനിമൽസ് നമ്മൾ വീട്ടിൽ വളർത്തി ഇണക്കി വളർത്തുന്നു. കുറേ ആനിമൽസിന് നമുക്ക്, വൈൽഡ് ആനിമലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇണക്കി വളർത്താൻ പറ്റില്ല. ഈ പർട്ടിക്കുലർ നെഗറ്റീവ് ഓ പ്രിപ്പോസിഷൻ ആണ് അതിൽ വരുന്നത്. അത് സം എസ് ഈസ് നോട്ട് പി, കുറച്ച് എസ്സുകൾ എന്തല്ല പി അല്ല. സം ബേർഡ്സ് ആർ നോട്ട് ഫ്ലൈറ്റ്ലെസ്, കുറച്ച് ബേർഡുകൾ ഇത് പറക്കത്തില്ല, എല്ലാ ബേർഡുകളും പറക്കില്ല അല്ലേ. ഒട്ടക പക്ഷിയും പെൻഗിനൊന്നും പറക്കത്തില്ല, എന്നാൽ അത് പക്ഷിയുടെ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ദ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ ഫ്രം ദ ബേസിക് 4 കൺസ്ട്രക്റ്റീവ് എന്താണ് സിലോജിസംസ് ആൻഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് ഇൻ ട്രഡീഷണൽ ലോജിക്. ഓക്കെ, അപ്പോൾ 4 ടൈപ്പായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. സർവവ്യാപി വിധായകം എന്നാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവിനെ പറയുന്നത്. അതിൻ്റെ പ്രിപ്പോസിഷൻ എല്ലാ എസ്സും പി ആണ്. ആൾ എസ് ഈസ് പി, ഇതാണ് എല്ലാ മനുഷ്യരും മരണമുള്ളവരാണ്, മോർട്ടലാണ്. എല്ലാ ഹ്യൂമണിനും മോർട്ടലാണ്, മരണമുണ്ട്. സർവവ്യാപി നിഷേധം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവാണ്. അപ്പം സർവവ്യാപി വിധായകമുണ്ട്, സർവവ്യാപി നിഷേധമുണ്ട്. അതിൽ പറഞ്ഞ ഈ പ്രിപ്പോസിഷൻ പറയുന്നത് എസ് ആയിട്ടുള്ളതൊന്നും പി അല്ല. നോ എസ് ഈസ് പി. ഉദാഹരണം, ഉരകങ്ങൾ ഒന്നും സസ്തനികളല്ല. അപ്പോൾ എല്ലാ ഉരകങ്ങൾ സസ്തനികളല്ല അല്ലേ. പിന്നെന്താണ് അംശവ്യാപി എന്ന് വെച്ചാൽ പ്രസവിക്കുന്ന ജീവികളുണ്ട്, പക്ഷികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജീവികളാണ് ഈ സസ്തനികൾ എന്ന് പറയുന്നത്, പ്രസവിച്ച് പാലൂട്ടുന്ന ജീവികൾ. അപ്പോൾ എല്ലാ ഉരകങ്ങളും എന്തല്ല, സസ്തനികളല്ല. ഇനി അംശവ്യാപി വിധായകം എന്ന് വെച്ചാൽ കുറച്ച് എസ് മാത്രം പി ആണ് എന്നുള്ളതാണ്. അതിന് ഉദാഹരണം, കുറച്ച് മൃഗങ്ങളും വളർത്തു മൃഗങ്ങളാണ്. ഇനി അംശവ്യാപി നിഷേധം പർട്ടിക്കുലർ നെഗറ്റീവാണ്. പ്രിപ്പോസിഷൻ കുറച്ച് എസ്സുകൾ പി അല്ല, എസ് നോട്ട് പി, ഇതാണ്. കുറച്ച് പക്ഷികൾ പറക്കാറില്ല. ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് നോക്കാം. എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ തത്വം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഉദാഹരണം, ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെ തത്വം ഒരു ഭാഗത്തിന് മാത്രം ശരിയായത് മൊത്തത്തിൽ ശരിയായിരിക്കും എന്നതാണ്. അപ്പോൾ ഒരു ഭാഗം
ശരിയായത് മൊത്തത്തിൽ ശരിയാകും, ഒരു ഭാഗം ശരിയായ അത് മൊത്തത്തിൽ ശരിയാകും. അപ്പോൾ ഇൻഡക്റ്റീവ് ന്യായവാദം പ്രത്യേക സന്ദർഭങ്ങളിലോ നിരീക്ഷണങ്ങളിലോ ആരംഭിച്ച് ഒരു പൊതു നിഗമനങ്ങളിലോ തത്വങ്ങളിലോ എത്തിച്ചേരുന്നു. അപ്പോൾ ഡിഡക്റ്റീവ് റീസണിങ് കൃത്യതയെ സെർട്ടനിറ്റി ലക്ഷ്യമിടുമ്പോൾ നൽകിയിരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ ഡാറ്റയെ അടിസ്ഥാനമാക്കി സാധ്യമായ നിഗമനങ്ങൾ പ്രോബബിൾ കൺക്ലൂഷൻ സ്ഥാപിക്കാൻ ഇൻഡക്റ്റീവ് റീസണിങ് ലക്ഷ്യമിടുന്നു. ഇൻഡക്ഷൻ തത്വം അനുമാനിക്കുന്നത് കാര്യമായ എണ്ണം കേസുകളിൽ എന്തെങ്കിലും ശരിയാണെന്ന് നിരീക്ഷിച്ചാൽ സമാനമായ എല്ലാ കേസുകളിലും അത് ശരിയാകാൻ സാധ്യതയാണ് എന്നതാണ്. മറ്റൊരർത്ഥത്തിൽ ഇൻഡക്റ്റീവ് നിഗമനങ്ങൾ ശരിയാണെന്ന് പൂർണ്ണ ഉറപ്പോ ഗ്യാരണ്ടിയൊന്നുമില്ല. കാരണം സാമാന്യവൽക്കരണത്തിന് എതിർവാദങ്ങളോ എതിർ ഉദാഹരണങ്ങളോ ഉണ്ടാകാം. എന്നാണ് അബ്ഡക്റ്റീവ് റീസണിങ് എന്താണ് അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് കൃത്യമായ വിശദീകരണത്തിലേക്കുള്ള അനുമാനം എന്നും അറിയപ്പെടുന്ന കൃത്യതയെ കാണിക്കുന്നതാണ് അബ്ഡക്റ്റീവ്. ഇത് ഒരു നിരീക്ഷണത്തിൽ നിന്നോ നിരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നിന്നോ ആരംഭിച്ച് ആ നിരീക്ഷണങ്ങൾക്ക് ഏറ്റവും ലളിതവും ഏറ്റവും സാധ്യതയുള്ളതുമായ വിശദീകരണം കണ്ടെത്തുന്ന ഒരു ചിന്തനമാണ് കേട്ടോ. ഇതിന് തീർച്ചയായിട്ടും എന്തുണ്ട്, ലളിതമാണിത്, സാധ്യമാണിത്. എന്നാലോ നിരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ആരംഭിച്ച നിരീക്ഷണങ്ങൾക്ക് ഏറ്റവും ലളിതവും ഏറ്റവും സാധ്യമുള്ളതുമായ വിശദീകരണം കണ്ടെത്തുന്ന ഒരു യുക്തിചിന്തനമാണ് നൽകിയിരിക്കുന്നത്. വസ്തുക്കളോ ഡാറ്റയോ ഏറ്റവും നന്നായി വിശദീകരിക്കുന്ന നിഗമനം രൂപപ്പെടുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അബ്ഡക്റ്റീവ് റീസണിങ് അംപ്ലിറ്റീവ് ആണ്, അഥവാ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ നിന്ന് വ്യത്യസ്തമായ ആധാരവാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷനു പുറമെ മറ്റു പുതിയ ഇൻഫർമേഷൻ അബ്ഡക്റ്റീവ് റീസണിങ് നൽകുന്നു. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കാര്യങ്ങൾ നൽകുന്നു, നമുക്ക് എല്ലാ കാര്യങ്ങളും നൽകുന്നു. നിരീക്ഷണത്തിൽ നിന്ന് ഏറ്റവും വിശ്വസനീയമായ കാരണത്തിലേക്കോ വിശദീകരണത്തിലേക്കോ പിന്നോട്ട് ചിന്തിക്കുന്ന പ്രക്രിയയാണ് മെഡിക്കൽ ഡയഗ്നോസിസ്, സയൻറ്റിഫിക് റിസർച്ച്, ഡിറ്റക്റ്റീവ് വർക്ക് തുടങ്ങിയ മേഖലകളിൽ അബ്ഡക്റ്റീവ് റീസണിങ് സാധാരണയായി ഉപയോഗിക്കുന്നു. ഇവിടെ നിരീക്ഷിക്കപ്പെടുന്ന പ്രതിഭാസങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ള വിശദീകരണം കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം. നമുക്ക് ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെയും ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെയും ഇടയിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെയും ഇൻഡക്റ്റീവ് റീസണിങ്ങിൻ്റെയും ഇടയിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അവയുടെ ആരംഭം, തത്വങ്ങൾ, നിഗമനങ്ങളുടെ സ്വഭാവം, മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ എന്നിവയിലാണ്. അപ്പോൾ അവിടെ ആരംഭം പറയുന്നുണ്ട്, തത്വങ്ങൾ പറയുന്നുണ്ട്, നിഗമനങ്ങളുടെ സ്വഭാവം പറയുന്നുണ്ട്, മൂല്യനിർണ്ണയത്തിൽ ഇവാലുവേഷൻ നടത്തുന്നതിലെ മാനദണ്ഡങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. തുടക്കം പറയുകയാണെങ്കിൽ ഡിഡക്റ്റീവ് റീസണിങ് പൊതുവായ തത്വങ്ങളിലോ പരിസരത്തിൽ നിന്നോ ആരംഭിക്കുന്നു. അതേസമയം പ്രത്യേക വസ്തുക്കളെയോ നിരീക്ഷണങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് ഇൻഡക്റ്റീവ് റീസണിങ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് സയൻസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അത് വെച്ച് തത്വം ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ മൊത്തത്തിനെ കുറിച്ച് സത്യമായത് ഓരോ ഭാഗത്തിനും സത്യമായിരിക്കും എന്ന തത്വത്തെ പിന്തുടർന്നു. അതേസമയം ഇൻഡക്റ്റീവ് റീസണിങ് ഒരേ ഭാഗത്തിനും സത്യമായത് മൊത്തത്തിൽ സത്യമായിരിക്കും എന്ന തത്വത്തെ പിന്തുടരുന്നു. നിഗമനത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സാധുവായ നിഗമനങ്ങളിലോ ഡിഡക്റ്റീവ് റീസണിങ് ആധാരവാക്യങ്ങളാണ്. പ്രിമൈസസ് ആയ ശരിയാണെങ്കിൽ നിഗമനം നിശ്ചയമായും ശരിയാണ്. അത് ഇൻഡക്റ്റീവ് വാദങ്ങളിൽ എല്ലാ ആധാരവാക്യങ്ങളും ശരിയാണെങ്കിൽ പോലും നിഗമനങ്ങൾക്ക് സാധ്യത പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ, ഉറപ്പ് സെർട്ടിനിറ്റി ഇല്ല എന്നാണ് പറയുന്നത് നിഗമനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്. അപ്പോൾ നമുക്ക് ഒരു മൂല്യനിർണ്ണയം നടത്താം, ഇവാലുവേഷൻ നടത്താം. അപ്പോൾ നിഗമനവാദങ്ങൾ മൂല്യനിർണ്ണയം നിഗമനവാദങ്ങൾ ഒന്നുകിൽ വാലിഡാണെന്നും അല്ലെങ്കിൽ അസാധുവാണെന്നും നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ഇൻഡക്റ്റീവ് വാദങ്ങൾ സഹായകരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമോ സ്ട്രോങ്ങോ ദുർബലമോ വീക്കോ ആയി വിലയിരുത്തപ്പെടുന്നു. അതാണ് നിഗമനങ്ങളെന്ന് പറയുന്നത്, ഇവാലുവേഷൻ. കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ലീപ്പ്. ഇൻഡക്റ്റീവ് റീസണിങ്ങിലെ ആധാരവാക്യങ്ങളിൽ പ്രിമൈസസ് നിന്ന് നിഗമനത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമുണ്ട്. അതേസമയം നിഗമനവാദങ്ങളിൽ അത്തരം ഒരു കുതിപ്പ് ലീപ്പ് ഉൾപ്പെടുന്നില്ല. ചുരുക്കത്തിൽ നിഗമനവാദങ്ങളിൽ ശുക്തിപരമായ ഉറപ്പ് സാധുതയും ഉൾപ്പെടുന്ന എന്നാൽ ആഗമനവാദങ്ങൾ നിരീക്ഷിച്ച സന്ദർഭങ്ങളെ അടിസ്ഥാനമാക്കി സാധ്യതയും സാമാന്യവൽക്കരണവും ലക്ഷ്യമിടുന്നു അല്ലെങ്കിൽ നൽകുന്നു.
ന്യായ സ്കൂളിനെ പരാമർശിച്ച് ഇന്ത്യൻ പാരമ്പര്യത്തിൽ തർക്കശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ച് നോക്കാം നമുക്ക്. ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ തർക്കശാസ്ത്രത്തിന് നൽകിയ പ്രധാന ഇന്ത്യൻ തത്വചിന്തയുടെ 6 സംവിധാനങ്ങളിൽ ദർശനങ്ങൾ ഒന്നായ ന്യായ സ്കൂളിൽ പ്രകടമാണ്. ന്യായ സ്കൂൾ സംസ്കൃതം, നിയമം അല്ലെങ്കിൽ രീതി, ലോജിക്കിൻ്റെയും ജ്ഞാനശാസ്ത്രത്തിൻ്റെയും വിശകലനത്തിന് പ്രസിദ്ധമാണ്. ദൈനംദിന ജീവിതത്തിൽ തെറ്റുകൾ ഒഴിവാക്കാൻ ശരിയായ ന്യായവാദത്തിൻ്റെയും വാദങ്ങളുടെ യഥാർത്ഥ ഘടന രൂപപ്പെടുത്തുന്നതിൻ്റെയും തത്വങ്ങൾ ഇത് ഊന്നിപ്പറയുന്നു. ഇന്ത്യൻ ദാർശനിക പാരമ്പര്യത്തിൽ തർക്കശാസ്ത്ര ചിന്തയുടെയും യുക്തിചിന്തനത്തിൻ്റെയും വികാസത്തിന് ന്യായചിന്താരീതിയിലുള്ള സംഭാവന വളരെ പ്രധാനമാണ്. ഇനി അരിസ്റ്റോട്ടലിയൻ തർക്കശാസ്ത്രത്തിൽ നിന്ന് ആധുനിക സിംബോളിക് തർക്കശാസ്ത്രത്തിലേക്കുള്ള തർക്കശാസ്ത്രത്തിൻ്റെ ചരിത്രപരമായ വികാസം ചർച്ച ചെയ്യുക. അപ്പോൾ അരിസ്റ്റോട്ടൽ തർക്കശാസ്ത്രം എന്ന് വരുമ്പോൾ മനസ്സിലേക്ക് ഓടി വരണം അത് ട്രഡീഷണൽ തർക്കശാസ്ത്രമാണെന്ന്. അരിസ്റ്റോട്ടൽ വർഗീകരണ തർക്കശാസ്ത്ര വാക്യങ്ങളിലും ന്യായവാക്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഡിഡക്റ്റീവ് ലോജിക്കിൻ്റെ കൃത്യമായ ഒരു സംവിധാനം രൂപപ്പെടുത്തിയ ആദ്യത്തെ മികച്ച ലോജിഷ്യൻ ആയി അറിയപ്പെടുന്നു. അരിസ്റ്റോട്ടലിന് ശേഷം ക്രിസിപ്പസ് തർക്കശാസ്ത്രപരമായ വിശകലനം ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോയി. റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ സമയത്ത് ഗ്രീക്കിലെ ലോജിക് പണ്ഡിതരുടെ കൃതികൾ അൽ ഫറാബി, അവിസന്ന തുടങ്ങിയ മുസ്ലിം പണ്ഡിതന്മാർ സംരക്ഷിക്കപ്പെട്ടു. പാശ്ചാത്യ രാജ്യങ്ങളിൽ പീറ്റർ അബലാർഡ്, ഒക്കാമിലെ വില്യം തുടങ്ങിയ ലോജിക് പണ്ഡിതർ വ്യക്തിചിന്തനത്തെയും തർക്കശാസ്ത്രത്തെയും കൂടുതൽ വികസിപ്പിച്ചെടുത്തു. തർക്കശാസ്ത്ര വിശകലനത്തിൽ പ്രത്യേക ചിഹ്നങ്ങളും ഗണിതശാസ്ത്ര കൃത്യതയും അവതരിപ്പിച്ച ഗോട്ട്ഫ്രൈഡ് ലിബിനിസ്, ജോർജ് ബൂൾ തുടങ്ങിയവരുടെ കൃതികൾക്കൊപ്പം ആധുനിക സിംബോളിക് ലോജിക് ഉയർന്നു വന്നു. ചുരുക്കത്തിൽ തർക്കശാസ്ത്രത്തിൻ്റെ ശ്രദ്ധ അരിസ്റ്റോട്ടലിൻ്റെ വർഗീകരണ തർക്കശാസ്ത്ര വാക്യങ്ങളിൽ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻസ് നിന്ന് ആധുനിക സിംബോളിക് ലോജിക്കിൻ്റെ തർക്കശാസ്ത്ര വാക്യങ്ങളിലേക്ക് പ്രിപ്പോസിഷൻസ് വഴിമാറി. അനുയോജ്യമായ ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് നിഗമന, ഡിഡക്റ്റീവ് ആഗമനം, ഇൻഡക്റ്റീവ് ന്യായവാദം തമ്മിൽ വേർതിരിക്കുക. നിഗമന യുക്തിവാദം, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പം നിഗമനം ഉപയോഗിച്ചുള്ളതാണ് ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഡിഡക്റ്റീവ് റീസണിങ് പൊതുതത്വങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും നിശ്ചിതവും നിർദ്ദിഷ്ടവുമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, എല്ലാ മനുഷ്യരും മരണമുള്ളവരാണ്. സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതിനാൽ സോക്രട്ടീസ് മരണമുണ്ട്. നേരെ മറിച്ച് ആഗമന യുക്തിചിന്തനം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനാൽ സോക്രട്ടീസിന് മരണമുണ്ട്. നേരെ മറിച്ച് ആഗമന യുക്തിചിന്തനത്തിൻ്റെ ഇൻഡക്റ്റീവ് റീസണിങ് പ്രത്യേക വസ്തുക്കളിൽ നിന്ന് ആരംഭിക്കുകയും സാധ്യതയായ പൊതു നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, അരിസ്റ്റോട്ടിൽ മനുഷ്യനും മരണമുള്ളവനുമാണ്. അപ്പോൾ ബേക്കൺ മനുഷ്യനും മരണമുള്ളവനുമാണ്. ബേക്കൺ മനുഷ്യനും മരണമുള്ളവനുമാണ്. ഡെസ്കാർട്ടസ് മനുഷ്യനും മരണമുള്ളവനുമാണ്. അതിനാൽ എല്ലാ മനുഷ്യരും മരണമുള്ളവരാണ്, മോർട്ടലാണ്. നിഗമനവാദങ്ങൾ സാധുവോ അസാധുവോ ആണ്. അതേസമയം ആഗമനവാദങ്ങൾ ശക്തമോ ദുർബലമോ ആണ്. അപ്പം നിഗമനവാദങ്ങൾ സാധുവോ അസാധുവോ എന്ന് വെച്ചാൽ വാലിഡോ ഇൻവാലിഡോ ആണ്. എന്നാൽ ആഗമനവാദങ്ങൾ എന്ന് പറയുന്നത് ദുർബലമോ സ്ട്രോങ്ങോ, അത് ശക്തമോ അത് സ്ട്രോങ് ആണോ ദുർബലമോ ആണ്. കൂടാതെ നിഗമന യുക്തിചിന്തനം മൊത്തത്തിൽ ശരിയായത് ഭാഗത്തിന് ശരിയാണ് എന്ന തത്വത്തെ പിന്തുടരുന്നു. അതേസമയം ആഗമന യുക്തിചിന്തനം ചില ഭാഗത്തിന് ശരിയായത് മൊത്തത്തിൽ ശരിയാണ് എന്ന തത്വത്തെ പിന്തുടരുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിഗമനവാദങ്ങൾ സാധുവോ അസാധുവോ ആണ്. നിഗമനവാദങ്ങൾ റിഡക്ഷൻ. എന്നാൽ ഇൻഡക്റ്റീവ് ആണെങ്കിലോ, ഇൻഡക്റ്റീവിൽ ശക്തമോ ദുർബലമോ, അതിൽ ഉപയോഗിക്കുന്നത് സ്ട്രോങ്ങും വീക്കുമാണ്. നിഗമനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വാലിഡ് ഇൻവാലിഡ് ആണ്. പിന്നെ നിഗമന യുക്തിചിന്തന മൊത്തത്തിൽ ശരിയായ ഭാഗത്തിന് ശരി. എന്നാൽ ഡിഡക്റ്റീവിന് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ആഗമന യുക്തിചിന്തനം ചില ഭാഗത്തിന് ശരിയായത് മൊത്തത്തിൽ ശരിയായത്, ചില ഭാഗത്തിന് ശരിയായത് മൊത്തത്തിൽ ശരിയായത്. നിഗമനവാദങ്ങളിൽ സാധുത എന്ന ആശയവും സത്യവുമായുള്ള അതിൻ്റെ ബന്ധവും വിശദീകരിക്കാൻ പറഞ്ഞാൽ, സാധുത എന്നത് ആധാരവാക്യങ്ങളും നിഗമനങ്ങളും തമ്മിലുള്ള ലോജിക്കൽ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇത് ഡിഡക്റ്റീവ് വാദങ്ങളുടെ ഗുണമാണ്. ആധാരവാക്യങ്ങൾ ശരിയാകുമ്പോൾ നിഗമനം തെറ്റാകുന്നു എന്നത് അസാധ്യമാണെങ്കിൽ ഒരു വാദം സാധുവാണ്.
ഒരു വാദത്തിൻ്റെ സാധുത അതിൻ്റെ യുക്തിസഹമായ രൂപം ലോജിക്കൽ ഫോം മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അല്ലാതെ അതിൻ്റെ ആധാരവാക്യത്തിൻ്റെയും നിഗമനത്തിൻ്റെയും ശരിയിലോ തെറ്റിലോ അല്ല. തെറ്റായ ആധാരവാക്യങ്ങളും ശരിയായ നിഗമനങ്ങളും ഉള്ള സാധുവായ വാദങ്ങൾ വാലിഡ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാം. അതുപോലെ തന്നെ ശരിയായ ആധാരവാക്യങ്ങളും തെറ്റായ നിഗമനങ്ങളും ഉള്ള അസാധുവായ വാദങ്ങളും ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകാം. ഒരു വാദത്തിൻ്റെ നിഗമനത്തിൻ്റെ ശരിയോ തെറ്റോ ആ വാദത്തിൻ്റെ സാധുതയോ അസാധുതയോ നിർണ്ണയിക്കുന്നില്ല. ലോജിഷ്യന് ആശയങ്ങൾ തമ്മിലുള്ള യുക്തിസഹമായ രൂപങ്ങളിലും ബന്ധങ്ങളിലുമാണ് താല്പര്യം, അല്ലാതെ ആധാരവാക്യങ്ങളുടെ ശരിയിലോ തെറ്റിലോ അല്ല. അത് അന്വേഷിക്കേണ്ടത് ശാസ്ത്രത്തിൻ്റെ ചുമതലയെന്നാണ് പറയുന്നത്. ട്രഡീഷണൽ സിംബോളിക് ലോജിക്കിൻ്റെ ഇടയിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുക. പരമ്പരാഗത ട്രഡീഷണലും പ്രതീകാത്മക സിംബോളിക്കുമായ ലോജിക്കിൻ്റെ ഇടയിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ താഴെ പറയുന്നവയാണ്. പരമ്പരാഗത തർക്കശാസ്ത്രം ആക്കിയും സബ്ജക്റ്റും ആഖ്യാതവും പ്രെഡിക്കേറ്റും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പാരമ്പര്യമായിട്ടുള്ളത്. അതേസമയം പ്രതീകാത്മക എന്ന് പറഞ്ഞാൽ എന്താണ്, സിംബോളിക്കാണ്. അപ്പോൾ അത് ആ തർക്കശാസ്ത്രത്തിൻ്റെ ആധാരവാക്യങ്ങളും വാദങ്ങളുടെയും ആന്തരിക ഘടനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ ഒന്നിൽ ആന്തരിക ഘടനയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, സിംബോളിക് ആണെങ്കിൽ ആന്തരിക ഘടനയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പരമ്പരാഗത തർക്കശാസ്ത്രം ചിന്തയുടെ രൂപവും ഉള്ളടക്കവും കൈകാര്യം ചെയ്യുന്നു. എന്നാൽ ഇത് പ്രതീകാത്മക ലോജിക്കാണെങ്കിലോ സിംബോളിക് ആണെങ്കിലോ ഔപചാരിക സ്വഭാവമുള്ളതാണ്. ചിന്തയുടെ രൂപം മാത്രം കൈകാര്യം ചെയ്യുന്ന പരമ്പരാഗത ലോജിക്കൽ ചിഹ്നങ്ങളുടെ പരിമിതമായ ഉപയോഗമേ ഉള്ളൂ. അതേസമയം ഈ സിംബോളിക് ലോജിക്ക് പ്രത്യേക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. പരമ്പരാഗത ട്രഡീഷണൽ ലോജിക്കൽ ന്യായവാക്യം കേന്ദ്രീകൃതമാകുമ്പോൾ ആധുനിക ലോജിക്ക് ആധാരവാക്യങ്ങളും വാദങ്ങളിലുള്ള യുക്തിബന്ധ ലോജിക്കൽ കണക്ഷൻസുകളെ വിശകലനം ചെയ്യുന്നു. പരമ്പരാഗത ലോജിഷ്യൻ ഗണിതശാസ്ത്രമല്ലാത്ത രീതികൾ ഉപയോഗിക്കുന്നു. അതേസമയം ആധുനിക ലോജിഷ്യനാണെങ്കിൽ ഗണിതശാസ്ത്ര കൃത്യത ഉറപ്പാക്കുന്ന യുക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. ഈ വ്യത്യാസങ്ങൾക്കിടയിലും ആധുനിക പ്രതീകാത്മക എന്ന് വെച്ചാൽ സിംബോളിക് ലോജിക്ക് പരമ്പരാഗത ട്രഡീഷണൽ ലോജിക്കിനെ എതിർക്കുന്നില്ല, മറിച്ച് അതിൻ്റെ മെച്ചപ്പെട്ടതും വ്യക്തവുമായ ഒരു രൂപമാണ്. ശരിയായതും തെറ്റായതുമായ ന്യായവാദങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നതിനുള്ള മാർഗം നൽകാൻ ഇത് ലക്ഷ്യമിടുന്നു. തർക്കവാക്യങ്ങളെയും വാദങ്ങൾ നിർമ്മിക്കുന്നതിൽ അവയുടെ പങ്കും വിശദീകരിക്കാൻ പറയുകയാണ്. എന്തെങ്കിലും കാര്യം ഇന്നതാണോ അല്ലെന്നോ സ്ഥിരീകരിക്കുന്ന ന്യായവാദത്തിൻ്റെ നിർമ്മാണ ബ്ലോക്കുകളാണ് തർക്കവാക്യങ്ങൾ. അപ്പോൾ ഇന്നതാണോ അതോ ഇതോ എന്ന് നമ്മൾ പറയുന്നില്ലേ, അതാണ് തർക്കവാക്യങ്ങൾ. നമുക്കറിയാമെന്നുള്ള കാര്യം അത് പ്രിപ്പോസിഷൻസ്. അവ വ്യാകരണവാക്യങ്ങളിൽ സെൻറ്റൻസിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം വ്യാകരണവാക്യങ്ങൾക്ക് സത്യമോ തെറ്റോ അല്ലാത്ത ആഗ്രഹങ്ങളോ ആജ്ഞകളോ ചോദ്യങ്ങളോ പ്രകടിപ്പിക്കാൻ കഴിയും. മറുവശത്ത് തർക്കവാക്യങ്ങൾ ശരിയോ തെറ്റോ ആയ പ്രസ്താവനകളാണ്. തർക്കവാക്യങ്ങൾ ഉപയോഗിച്ചാണ് വാദങ്ങൾ നിർമ്മിക്കുന്നത്. അവയുടെ അടിസ്ഥാനമാക്കി സ്ഥിരീകരിക്കുന്ന ഒരു നിഗമനം ചില ആധാരവാക്യങ്ങളെ അടിസ്ഥാനമാക്കി സ്ഥിരീകരിക്കുന്ന പ്രക്രിയയെ അനുമാനം ഇൻഫറൻസ് എന്ന് വിളിക്കുന്നു. ഒരു വാദം കേവലം ആധാരവാക്യങ്ങളുടെ ഒരു ശേഖരമല്ല, ഒരു അനുമാനത്തെ കാണിക്കുന്ന ഘടനാപരമായ ആധാരവാക്യങ്ങളാണ്. ഒരു വാദത്തിനുള്ളിലെ ആധാരവാക്യങ്ങളും അവയുടെ ലോജിക്കൽ ബന്ധങ്ങളെയും തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് ലോജിക്കൽ നിർണായകമാണ്. അപ്പം തർക്കവാക്യങ്ങളും വാദങ്ങളും നിർമ്മിക്കുന്ന അവയുടെ ഒരു പങ്ക് വിശദീകരിക്കാൻ പറഞ്ഞാൽ ഇതൊക്കെ വിശദീകരിക്കുക. ട്രഡീഷണൽ ലോജിക്ക് സിംബോളിക് ലോജിക്കുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന്. അത് നന്നായിട്ട് ഒന്ന് നോക്കുക. ഇനി ട്രഡീഷണൽ ലോജിക്കും സിംബോളിക് ലോജിക്കും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യാനും അവയുടെ പ്രധാന വ്യത്യാസങ്ങളിൽ ലോജിക്കൽ വിശകലനത്തിൽ വ്യക്തതയും കൃത്യതയും കൈവരിക്കുന്ന സിംബോളിക് ലോജിക്കിൻ്റെ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. ഇത് ഈ പാഠത്തിൽ ഈ യൂണിറ്റിൽ ഇത് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി, അല്ലാതെ ഇത് പഠിച്ചാൽ വട്ടുപിടിക്കുന്നു അങ്ങനത്തെ ഒരു കാര്യമാണിത് ഇതിൽ പറയുന്നത് തന്നെ. അപ്പം ട്രഡീഷണൽ ലോജിക്കും സിംബോളിക് ലോജിക്കും തമ്മിലുള്ള വ്യത്യാസം യുക്തിപരമായ വാദങ്ങളെ വിശകലനം ചെയ്യുന്നതിലും പ്രതിനിധീകരിക്കുന്നതിനുമുള്ള അവയുടെ സമീപനത്തിലുമാണ് അടങ്ങിയിട്ടുള്ളത്. പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടലിൻ്റെ അരിസ്റ്റോട്ടീലിയൻ തർക്കശാസ്ത്രം എന്നും അറിയപ്പെടുന്നു. സിംബോളിക് ലോജിക്ക് വ്യക്തിചിന്തനത്തിനും ന്യായവാദത്തിനും കൂടുതൽ ആധുനികവും ഔപചാരികവുമായ സമീപനമായി ഉയർന്നു വന്നു. പരമ്പരാഗത തർക്കശാസ്ത്രം നിരുപാധിക തർക്കവാക്യങ്ങളുടെയും ന്യായവാക്യങ്ങൾക്കുള്ളിലെ അവയുടെ ബന്ധങ്ങളെയും വിശകലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തർക്കവാക്യങ്ങളുടെ കർത്തൃക്രിയ ഘടനയും അവയുടെ രൂപത്തെ അടിസ്ഥാനമാക്കിയുള്ള വാദങ്ങളുടെ സാധുതയും ഇത് പ്രാഥമികമായി പഠിക്കുന്നു. അരിസ്റ്റോട്ടിൽ ലോജിക്ക് പരിമിതമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും തർക്കികൾ ബന്ധങ്ങൾ ലോജിക്കൽ റീസണിഷിപ്പ് പ്രകടിപ്പിക്കാൻ നാച്ചുറൽ ഭാഷയെ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്
ഡയഗ്രാമുകളെയും പരസ്പരം വൈരുദ്ധ്യ ബന്ധങ്ങളെയും സ്ക്വയർ ഒപ്പോസിഷൻസ് പരമ്പരാഗത തർക്കശാസ്ത്രം സാധാരണ ഉപകരണങ്ങളായി മാർഗങ്ങളായി ഉപയോഗിക്കുന്നു. അത് നോട്ട് ചെയ്തിരിക്കുക. മറുവശത്ത് ആധുനിക തർക്കശാസ്ത്രം എന്ന് അറിയപ്പെടുന്ന സിംബോളിക് ലോജിക്ക് യുക്തിപരമായ ന്യായവാദത്തിന് കൂടുതൽ അമൂർത്തവും ഔപചാരികവുമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. തർക്കവാക്യങ്ങൾ, വാദങ്ങൾ, അവയുടെ ലോജിക്കൽ ബന്ധങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നതിന് ഇത് ചിഹ്നങ്ങളെയും ലോജിക്കൽ കണക്റ്റീവുകളെയും സമഗ്രമായ സംവിധാനം ഉപയോഗിക്കുന്നു. ഈ സിംബോളിക്കൽ പ്രാതിനിധ്യം ലോജിക്കൽ വിശകലനത്തിൽ കൂടുതൽ കൃത്യത, വ്യക്തത എന്നിവ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ആധുനികമാണല്ലോ, അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തതയും കൃത്യതയൊക്കെ വേണം. സിംബോളിക്കൽ ലോജിക്ക് അങ്ങനെയാണ്. മറ്റേത് ട്രഡീഷണൽ ആകുമ്പോൾ അത് പരിമിതമായിരുന്നല്ലോ അന്ന്. അടുത്തത് നാച്ചുറൽ ഭാഷയിൽ അന്തർലീനമായിരിക്കുന്ന കുറവുകളും അവ്യക്തവും ഒഴിവാക്കാനുള്ള കഴിവാണ് സിംബോളിക് ലോജിക്കിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. അപ്പോൾ നാച്ചുറൽ ഭാഷയിൽ അന്തർലീനമായിരിക്കുന്ന കുറവുകൾ മാറ്റാൻ, അവ്യക്തതയെ ഒഴിവാക്കാനൊക്കെ സിംബോളിക്കൽ ലോജിക്ക് സഹായിക്കുന്നുണ്ട്. നന്നായി നിർവചിക്കപ്പെട്ട ചിഹ്നങ്ങളും ലോജിക്കൽ ഓപ്പറേറ്റ്സ് ഉപയോഗിക്കുന്നതിലൂടെ സിംബോളിക് ലോജിക് തെറ്റായ വ്യാഖ്യാനത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ലോജിക്കൽ വാദങ്ങൾ വളരെ വ്യക്തതയുടെയും കൃത്യതയുടെയും പ്രകടിപ്പിക്കുന്നു, അത് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഗണിതം, കമ്പ്യൂട്ടർ സയൻസ്, ഔപചാരിക ന്യായവാദം തുടങ്ങിയ മേഖലകളിൽ ഇത് വളരെ പ്രധാനമാണ്. സിംബോളിക് ലോജിക്ക്. കാരണം അവിടെ അവ്യക്തത കാര്യമായ പിശകുകളിലേക്ക് നയിച്ചേക്കാം. മാത്രമല്ല, വാദങ്ങളുടെ സാധ്യത വിലയിരുത്തുന്നതിനുള്ള ശക്തമായ ഉപകരണങ്ങളും സാങ്കേതികതകളും സിംബോളിക് ലോജിക്ക് നൽകുന്നു. ട്രൂത്ത് ടേബിളുകൾ, നാച്ചുറൽ ഡിവിഷൻ സിസ്റ്റം, പ്രൂഫ് ടെക്നിക്കൽ തുടങ്ങിയ രീതികൾ തർക്കശാസ്ത്രവാദങ്ങളുടെ വ്യവസ്ഥാപിതവും കർശനവുമായ വിശകലനം അനുവദിക്കുന്നു. സങ്കീർണമായ തർക്കശാസ്ത്ര സിസ്റ്റങ്ങളിൽ ഈ വിദ്യകൾ പ്രത്യേകിച്ചും വിലപ്പെട്ടതാണ്. അവിടങ്ങളിൽ പരമ്പരാഗത രീതികൾ അപര്യാപ്തമായേക്കാം. കൂടുതൽ സങ്കീർണമായ തർക്കശാസ്ത്ര ഘടനകളും ഉയർന്ന ക്രമത്തിലുള്ള ലോജിക്കും ഹയർ ഓർഡർ ലോജിക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് സിംബോളിക് ലോജിക്കിൻ്റെ മറ്റൊരു നേട്ടം. പരമ്പരാഗത തർക്കശാസ്ത്രം പ്രാഥമികമായി പ്രൊപ്പോസിഷണൽ ലോജിക്ക്, സിലോജിസ്റ്റിക് തർക്കശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതേസമയം സിംബോളിക് ലോജിക്കിൻ്റെയും ഫ്രെഡിക്കേറ്റ് ലോജിക്ക്, ആഖ്യാത തർക്കശാസ്ത്രം, മോഡൽ ലോജിക്ക്, നോൺ ക്ലാസിക്കൽ ലോജിക്ക് തുടങ്ങിയ വിപുലമായ ലോജിക്കൽ സിസ്റ്റങ്ങളെ ഉൾക്കൊള്ളുന്നു. കൃത്രിമ ബുദ്ധി, കമ്പ്യൂട്ടർ സയൻസ്, ഔപചാരിക സ്ഥിരീകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഈ വൈദഗ്ധ്യം സിംബോളിക് ലോജിക്കിനെ ഒഴിച്ചുകൂടാനാകാത്തതാണ്. എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും സിംബോളിക് ലോജിക്ക് പരമ്പരാഗത തർക്കശാസ്ത്രത്തിന് പകരമായിരിക്കണമെന്നില്ല. രണ്ട് സമീപനങ്ങളും അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഗുണവും ദോഷവും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ തർക്കശാസ്ത്ര യുക്തിയുടെ അടിത്തറ പഠിപ്പിക്കുന്നതിലും ലോജിക്കൽ ചിന്തയുടെ ചരിത്രപരമായ വികാസം മനസ്സിലാക്കുന്നതിനും പരമ്പരാഗത തർക്കശാസ്ത്രം സഹായകരമാണ്. അരിസ്റ്റോട്ടിൽ ശാസ്ത്രം. കൂടാതെ ഇത് ലോജിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ അല്ലാത്തവർക്ക് കൂടുതൽ സഹായമാകുന്നു. ഇത് ദൈനംദിന യുക്തിയിലും ആശയവിനിമയത്തിലും കൂടുതൽ ഉപയോഗപ്രദമാവുകയാണ് ഈ ലോജിക്കൽ ശാസ്ത്രം. ചുരുക്കത്തിൽ പരമ്പരാഗത തർക്കശാസ്ത്രം യുക്തിചിന്തനത്തിന് അടിത്തറ പാകിയപ്പോൾ തർക്കശാസ്ത്ര വിശകലനത്തിൽ കൂടുതൽ ഔപചാരികവും കർക്കശവുമായ സമീപനമായി പ്രതീകാത്മക തർക്കശാസ്ത്രം ഉയർന്നു വന്നു. കൃത്യമായ പ്രതീകാത്മക ചിഹ്നം, ശക്തമായ വിശകലന സാങ്കേതിക വിദ്യകൾ, സങ്കീർണമായ തർക്കശാസ്ത്ര ഘടനകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ സിംബോളിക് ലോജിക്കിനെ വ്യക്തിരക്തമാകുന്നു. അപ്പോൾ സിംബോളിക് ലോജിക്കിനെ വ്യതിരക്തമാക്കുന്നു. ഔപചാരികവും കൃത്യവുമായ തർക്കശാസ്ത്ര വിശകലനം ആവശ്യപ്പെടുന്ന മേഖലകളിൽ വ്യക്തതയും കൃത്യതയും കൈവരിക്കുന്നതിന് സിംബോളിക് ലോജിക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഉപകരണമായി മാറുന്നു. ഇനി നമുക്ക് ഡിഡക്റ്റീവ് റീസണിങ് ഇൻഡക്റ്റീവ് റീസണിങ്, അബ്ഡക്റ്റീവ് റീസണിങ് എന്നിവ വിശദീകരിക്കുക. ഇതൊക്കെ എസ്സേ ക്വസ്റ്റ്യനുകളാണ്. ഡിഡക്റ്റീവ് റീസണിങ് അതിന് ഉദാഹരണ സഹിതം ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് വിവിധ മേഖലകൾ, അവയുടെ വ്യത്യാസങ്ങൾ, പ്രാധാന്യം, പ്രയോഗങ്ങൾ എന്നിവ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇംഗ്ലീഷിൽ ഇത് ക്വസ്റ്റ്യൻ വരും, നമ്മൾ മലയാളത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഡിഡക്റ്റീവ് റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ്, അബ്ഡാക്റ്റീവ് റീസണിങ് എന്നിവ തർക്കശാസ്ത്ര അനുമാനത്തിൻ്റെ 3 വ്യത്യസ്ത രൂപങ്ങളാണ്. അവ വിവിധ പഠന മേഖലകളിലും ദൈനംദിന ന്യായവാദത്തിലും നിർണായക പങ്ക് വഹിക്കുന്നു. ഓരോ സമീപനത്തിനും അതിൻ്റേതായ സവിശേഷതകളും ശക്തിയും പ്രയോഗങ്ങളുമുണ്ട്.
നമുക്ക് നോക്കാം. എന്താണ് ഡിറ്റക്റ്റീവ് റീസണിങ്, നിഗമന യുക്തിവാ ചിന്തന. ഡിറ്റക്റ്റീവ് റീസണിങ് എന്നത് തർക്കശാസ്ത്രത്തിൻ്റെ അനുമാനത്തിൽ ഒരു രൂപമാണ്. അവിടെ നിഗമനം അവയുടെ ആധാരവാക്യങ്ങളിൽ നിന്ന് അനിവാര്യമായി പിന്തുടരുന്നു. ആധാരവാക്യങ്ങൾ ശരിയും ന്യായമായ സാധുതയുമാണെങ്കിലും നിഗമനം ശരിയായിരിക്കണം. ആധാരവാക്യങ്ങളുടെ സത്യം നിഗമനത്തിൻ്റെ സത്യത്തിന് ഉറപ്പ് നൽകുന്ന വിധത്തിലാണ് ഡിറ്റക്റ്റീവ് വാദങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ന്യായവാദം പലപ്പോഴും ഉറപ്പും ലോജിക്കൽ ഇൻസിസ്റ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും മരണമുള്ളവരാണ്. അപ്പം ഹ്യൂമൻ എന്ന് പറയുന്നത് മോർട്ടലാണ് അല്ലേ. അപ്പം സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസ് മരണമുള്ളവനാണ്. അപ്പം ലോജിക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഗണിതം, ലോജിക് കമ്പ്യൂട്ടർ പ്രോഗ്രാം തുടങ്ങിയ മേഖലകളിൽ നിഗമന ചിന്തനം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. അവിടെ ഉറപ്പും കൃത്യതയും അത്യാവശ്യമാണ്. നിയമപരമായ ന്യായവാദത്തിലും ഇത് നിർണായകമാണ്. അവിടെ വാദങ്ങളും നിഗമനങ്ങളും നിർമ്മിതമായ നിയമങ്ങളിൽ നിന്ന് കീഴ്വഴക്കങ്ങളിൽ നിന്നും യുക്തിസഹമായി ഉരുത്തിരിഞ്ഞിരുന്നു വന്നതായിരിക്കണം. ഇനി ഇൻഡക്റ്റീവ് റീസണിങ്, ആഗമന യുക്തിചിന്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. നിരീക്ഷണങ്ങൾ, പാറ്റേണുകൾ അല്ലെങ്കിൽ അനുഭവമായ തെളിവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ആഗമന യുക്തിചിന്തനം. ഇൻഡക്റ്റീവ് ന്യായവാദത്തിൽ നിലവിലുള്ള ആധാരവാക്യങ്ങളോ തെളിവുകളോ അടിസ്ഥാനമാക്കിയുള്ള നിഗമനം കേവലം ഒരു സാധ്യത, പ്രോബബിലിറ്റി മാത്രമാണ് നൽകുന്നത്, ഉറപ്പ് നൽകുന്നില്ല. ഇൻഡക്റ്റീവ് ന്യായവാദം നിർദ്ദിഷ്ട സന്ദർഭങ്ങളിൽ നിന്നോ നിരീക്ഷണങ്ങളിൽ നിന്നോ പൊതുവായ തത്വങ്ങളിലേക്കോ സിദ്ധാന്തങ്ങളിലേക്കോ നീങ്ങുന്നു. ഉദാഹരണം, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിച്ചു, അതുകൊണ്ട് നാളെ സൂര്യൻ ഉദിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പം നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അനുമാനങ്ങൾ രൂപപ്പെടുത്തുകയും തെളിവുകളുടെ ശേഖരണത്തിലൂടെ സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയ ഗവേഷണത്തിൽ ആഗമന യുക്തിചിന്തനം അത്യന്താപേക്ഷിതമാണ്. ഡാറ്റ സെറ്റുകളിൽ നിന്ന് പാറ്റേണുകളും സാമാന്യവൽക്കരണങ്ങളും നടത്തുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ വിശകലനം തുടങ്ങിയ മേഖലകൾ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. പിന്നെ അബ്ഡാക്റ്റീവ് റീസണിങ് എന്താണ്? മികച്ച വിശദീകരണത്തിലേക്കുള്ള അനുമാനം എന്നും ഇത് അറിയപ്പെടുന്നു. ഇതിൽ ഒരു കൂട്ടം നിരീക്ഷണങ്ങൾക്കോ വസ്തുക്കൾക്കോ ഏറ്റവും വിശ്വസനീയമോ സാധ്യതയോ ആയ വിശദീകരണം നൽകുന്നു. ഒരു യുക്തി ചിന്തനമാണിത്. നിരീക്ഷണങ്ങളിൽ നിന്ന് ഏറ്റവും സാധ്യതയുള്ള വിശദീകരണത്തിലേക്കോ സിദ്ധാന്തത്തിലേക്കോ നീങ്ങുന്ന തർക്കശാസ്ത്രത്തിൻ്റെ ഒരു പ്രരൂപമാണ് അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഉദാഹരണം, തറയിൽ നനഞ്ഞ കാൽപ്പാടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു, വാതിലുകൾ തുറന്നിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അബ്ഡക്റ്റീവ് റീസണിങ് പുറത്ത് മഴ പെയ്യുന്നു എന്നതാണ്. മെഡിക്കൽ അപ്പം ഇത് ശരിക്കും തറയിൽ നനഞ്ഞ കാൽപ്പാട് കാണുമ്പോൾ നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന എന്താണ്? വെളിയിൽ മഴയുണ്ട്, പുറത്ത് മഴ പെയ്യുന്നത് കൊണ്ടാണ് വാതിലും തുറന്ന് കിടക്കുന്നത്. അപ്പം തറയിലും നനഞ്ഞ കാൽപ്പാടുകളുണ്ട്. അപ്പം മഴയത്ത് നിന്ന് ആരോ അകത്ത് കയറി വന്നു, അപ്പം വെളിയിൽ മഴ നടക്കുകയാണെന്നുള്ള യുക്തിചിന്ത നമുക്കുണ്ട്. ഇനി മെഡിക്കൽ ഡയഗ്നോസിസ് പോലുള്ള മേഖലകളിൽ അബ്ഡക്റ്റീവ് റീസണിങ് സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. അവിടെ ഡോക്ടർമാർ ലക്ഷണങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും സാധ്യതയുള്ള കാരണമോ രോഗമോ ഡയഗ്നോസിസ് ചെയ്യുകയും ചെയ്യുന്നു. ഫോറൻസിക് പോലുള്ള മേഖലകളിലും ഇത് ഉപയോഗിക്കുന്നു. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ വിശകലനം ചെയ്യുകയും എന്താണ് സംഭവിച്ചിരിക്കുന്നതിനെക്കുറിച്ചുള്ള അനുമാനങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം അബ്ഡക്റ്റീവ് റീസണിങ്ങിന് ഉദാഹരണങ്ങളാണ്. ഇനി വ്യത്യാസങ്ങളും മേന്മകളും നോക്കാം. നമുക്ക് ഈ മൂന്ന് സംഭവത്തിൻ്റെ വ്യത്യാസങ്ങളും മേന്മകളും നോക്കാം. ഈ യുക്തിചിന്തനം സമീപനം തമ്മിലുള്ള വ്യത്യാസ അനുമാനത്തിലും സ്വഭാവത്തിലും നിഗമനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നിഗമന യുക്തി ചിന്തനം ഉറപ്പെന്ന് വെച്ചാൽ ലോജിക്കൽ നെസസിറ്റിയും നൽകുന്നു. പക്ഷേ അത് ആധാരവാക്യങ്ങളുടെ സത്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആഗമന യുക്തി ചിന്തനം തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള സാമാന്യവൽക്കരണം പ്രവചനങ്ങളും അനുവദിക്കുന്നു. എന്നാൽ ഇവിടെ നിഗമനങ്ങൾ ഉറപ്പുള്ളതല്ല, മറിച്ച് കേവലം സാധ്യതയുള്ളത് മാത്രമാണ്. മറുവശത്ത് അബ്ഡക്റ്റീവ് എന്ന് പറയുമ്പോൾ റീസണിങ് ഒരു അബ്ഡക്റ്റീവ് റീസണിങ് എന്ന ഒരു കൂട്ടം നിരീക്ഷണങ്ങൾക്ക് ഏറ്റവും വിശ്വസനീയമായ വിശദീകരണം കണ്ടെത്താൻ ലക്ഷ്യമിടുന്നതാണ് അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് ഓർക്കുക. അബ്ഡക്റ്റീവ് റീസൺ എന്ന് പറയുന്നത് വിശ്വസനീയമായിട്ടുള്ള നിരീക്ഷിച്ച് അതിൽ നിന്ന് വിശ്വസനീയമായ വിശദീകരണം നൽകുന്നതാണ് അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. എന്നാൽ നിഗമനം ശരിയാണെന്ന് ഇതിൽ ഉറപ്പൊന്നുമില്ല, പക്ഷേ എങ്കിലും നിരീക്ഷിച്ചിട്ട് അതിൽ വിശ്വാസം കണ്ടെത്തുന്ന ഒരു റീസണിങ് ആണ് അബ്ഡക്റ്റീവ് റീസണിങ്. തർക്കശാസ്ത്രത്തിൻ്റെ യുക്തിചിന്തനം ഒരേ രൂപത്തിലും അതിൻ്റേതായ
ശക്തിയും പ്രയോഗവുമുണ്ട്. ഗണിതം, ലോജിക് തുടങ്ങിയ മേഖലകളിൽ യുക്തിപരമായ ചില നിഗമനങ്ങൾ സ്ഥാപിക്കുന്നതിന് ഡിഡക്റ്റീവ് റീസണിംഗ് നിർണായകമാണ്. ശാസ്ത്രീയ അന്വേഷണം, സിദ്ധാന്ത വികസനം, പാറ്റേൺ തിരിച്ചറിയൽ എന്നിവയ്ക്ക് ഇൻഡക്റ്റീവ് ന്യായവാദം അത്യാവശ്യമാണ്. മെഡിക്കൽ ഡയഗ്നോസിസ്, ഫോറൻസിക്, ശാസ്ത്രീയ കണ്ടുപിടുത്തം തുടങ്ങിയ മേഖലകളിൽ അബ്ഡക്റ്റീവ് ന്യായവാദം വിലപ്പെട്ടതാണ്. അപ്പം നമ്മൾ പറഞ്ഞു അബ്ഡക്റ്റീവ് റീസണിങ് ഒരു കൂട്ടം നിരീക്ഷണങ്ങൾക്ക് ഏറ്റവും വിശ്വസനീയവും വിശദീകരണം നൽകി കണ്ടെത്തുന്നതാണ്. എന്നാൽ അത് നിഗമനം ശരിയാകണമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ അത് ശരിക്കും എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മളെ മനസ്സിൽ വരണം. അത് ഗണിതം, ലോജിക്ക്, അതുപോലെ തന്നെ ശാസ്ത്രം, വൈദ്യശാസ്ത്രം ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിലും എല്ലാ ഫോറൻസിക് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലും ഈ അബ്ഡക്റ്റീവ് ന്യായവാദം വിലപ്പെട്ടതാണ് എന്നുള്ളത്. അബ്ഡക്റ്റീവ് ന്യായവാദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ റീസണിങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അബ്ഡക്റ്റീവ് റീസണിങ് ആണ്. പ്രായോഗികമായി ഈ യുക്തിചിന്തന രീതികൾ പലപ്പോഴും പരസ്പരം ബന്ധിതമോ പരസ്പരം പൂരകമായോ ഉപയോഗിക്കുന്നു. നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി അനുമാനങ്ങളും നിഗമനങ്ങൾ രൂപപ്പെടുന്നതിനും ശാസ്ത്രജ്ഞർ ആഗമന യുക്തിചിന്തനം ഉപയോഗിക്കുന്നു. തുടർന്ന് ആ അനുമാനങ്ങൾ പരീക്ഷിക്കാനും സാധൂകരിക്കാനും നിഗമന യുക്തിചിന്തനം ഉപയോഗിക്കും. അബ്ഡക്റ്റീവ് ന്യായവാദത്തിന് പ്രാഥമിക വിശദീകരണം, അനുമാനങ്ങൾ, എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തീസിസ് നൽകാൻ കഴിയും. എന്നാൽ അവ പിന്നീട് ഇൻഡക്റ്റീവ്, ഡിറ്റക്റ്റീവ് രീതികളിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വിധേയമാകും. അപ്പോൾ ഇൻഡക്റ്റീവും ഡിറ്റക്റ്റീവിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അബ്ഡക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കണം. എന്നാൽ അബ്ഡക്റ്റീവ് എന്ന് പറയുന്ന സംഭവത്തിനോട് യുക്തിചിന്തന ഉപയോഗിക്കുമ്പോൾ അബ്ഡക്റ്റീവ് ന്യായവാദത്തിന് പ്രാഥമിക വിശദീകരണം നൽകണമെങ്കിൽ അതിന് എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തസിസ് നൽകാൻ കഴിയണമെങ്കിൽ ഇൻഡക്റ്റീവും ഡിറ്റക്റ്റീവും രീതിയിലൂടെ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വിധേയമായാൽ മാത്രമേ അബ്ഡക്റ്റീവിന് നമുക്ക് ശരിക്കും ഒരു വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. ഒരു പ്രത്യേക സന്ദർഭത്തിന് അനുയോജ്യമായ യുക്തിചിന്തനം മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും വിവിധ പഠന മേഖലകളിലും പ്രായോഗിക മേഖലകളിലും അറിവ് നേടാനുമുള്ള നമ്മുടെ കഴിവിനെ വർദ്ധിപ്പിക്കുകയാണ് ഈ റീസണിങ് ഡിറ്റക്റ്റീവുകൾ ചെയ്യുന്നത്. അതിൽ അബ്ഡക്റ്റീവ് റീസണിങ് ഡിറ്റക്റ്റീവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതിൽ ഇൻഡക്റ്റീവും ഡിറ്റക്റ്റീവിൻ്റെയും രീതിയിൽ കൂടുതൽ അന്വേഷണങ്ങൾ വിധേയമായാൽ മാത്രമേ ഈ അബ്ഡക്റ്റീവ് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രാഥമിക ഒരു വിശദീകരണ അനുമാനം നൽകണമെങ്കിൽ അത് ശരിക്കും ഇൻഡക്റ്റീവും ഡിറ്റക്റ്റീവും വേണം. എന്നാൽ അത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ അബ്ഡക്റ്റീവ് ഒരു വിജയമായി മാറുകയുള്ളൂ.